നമ്മളുടെ കല്യാണങ്ങൾക്കോ മറ്റ് ഫംഗ്ഷനുകൾക്കോ അതുപോലെ അവരുടെ ഫംഗ്ഷനുകൾക്കോ കല്യാണങ്ങൾക്കോ നമ്മൾ പോകാൻ പാടില്ല. അവർ നമ്മളുടെ അടുത്ത് വരാനും പാടില്ല. അവരുമായിട്ടുള്ള എല്ലാ സഹവാസങ്ങളും നിർത്തിവെക്കുക. മുസ്ലിം എന്നാൽ തീവ്രവാദികളാണ്. അവർ എപ്പോഴും നമ്മളെ നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്, യാതൊരു കാരണവശാലും പുരുഷനായാലും സ്ത്രീയായിരുന്നാലും സുഡാപ്പികളുടെ അടുത്തേക്ക് ഒന്നിനു വേണ്ടിയും പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മതം. കേൾക്കാവുന്നത് കേൾക്കാം, ഇല്ലാത്തവർക്ക് വിടാം. കാലന് വരെ വേണ്ടാത്ത ജന്തുക്കളാണ്. കാലം വരെ കൊണ്ടുപോയില്ലാന്ന് ഞങ്ങളെ. കാരണം അവിടെയും പൊറുതിമുട്ടുന്നു. ഈ വയസ്സാം കാലത്ത് ഇയാൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പൊളിക്കുന്ന പൊളിയാണ്. ഇദ്ദേഹം ഇതേ ഡയലോഗായിരിക്കില്ല ഇയാളുടെ വീട്ടിൽ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അവരോട് വരെ പറഞ്ഞു കൊടുക്കുന്നത്. ആ ചെറിയ പിള്ളേരുടെ ഉള്ളിൽ വർഗീയത വിഷം ഇയാളെ പോലുള്ള ജന്തുക്കൾ കയറ്റില്ലേ. മുസ്ലിമുള്ള കല്യാണത്തിന് പോകരുത്, മുസ്ലിമുകളെ മിണ്ടരുത്, അവരെ കടയിൽ വരെ കയറരുതെന്ന് എങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ഇയാൾ ഈ വയസ്സ് വരെ ഇത്രയും ഇപ്പൊ 10-70 വയസ്സായി തോന്നുന്നുണ്ട് കള്ളക്കളവന്. അയാൾ ഇന്നേ വരെ മുസ്ലിമുകളായിട്ട് ഒരു സമ്പർക്കം ഉണ്ടായിട്ടിരുന്നില്ല. വേറെ ക്രിസ്ത്യാനി ആയിട്ടും മുസ്ലിം ആയിട്ടും യാതൊരു സമ്പർക്കം. ഇയാൾ മാത്രം ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ മാത്രം പൊന്തി വന്നതാ. മുസ്ലിമുകളെ കട കയറിയിട്ടില്ല. മുസ്ലിമുകളായിട്ട് ഒരാളും ഒരു സമ്പർക്കത്തിനും ആൾ നിന്നിട്ടില്ല. അങ്ങനെ ജീവിച്ചു വന്നൊരു മനുഷ്യനാ. പറഞ്ഞപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൊണാശിക്കാണ്. മുസ്ലിമൊക്കെ തീവ്രവാദികൾ അവരെ കല്യാണത്തിന് അവരിങ്ങോട്ട് വിളിക്കരുത്, അവരങ്ങോട്ട് പോകരുത്, നമ്മൾ ആരും അങ്ങോട്ട് പോകരുന്ന്. ഇഷ്ടമുള്ളവർ കേൾക്കണമെന്ന്. അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കണ്ട. അയാളുടെ അഭിപ്രായം പറഞ്ഞു. നല്ല അഭിപ്രായം, സ്വീകരിക്കാൻ പറ്റിയ അഭിപ്രായം. കള്ളക്കളവൻ. ഇതിൽ കൂടുതലും മറുപടി കൊടുക്കാൻ പറയാൻ അറിയാമല്ലോ. എങ്ങനെയെങ്കിലും ഈ വർഗീയ വിഷയങ്ങളെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയും ഇല്ലാണ്ടാക്കാനായിട്ട് കുറെ പേര് പരിശ്രമിക്കുന്നു. അതിനിടയിൽ കൂടെ ചാവാൻ കിടക്കുമ്പോഴും വന്ന് തുപ്പ ടീശാശയോടൊരങ്ങള് ഇതെങ്ങനെയെങ്കിലും ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ അഹങ്കാരമാണ് ഈ മാതിരി ടീമുകൾക്ക്. ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നുള്ള അഹങ്കാരം അത് വളർത്തുന്നുണ്ട്. ഇതിനെ കൂട്ടുപിടിച്ച് വേറെ കുറെ എണ്ണം പോട്ടെ. അത് എല്ലാവരും അത് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവർ വരെ അങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ട് അങ്ങോട്ട് പിരിയട്ടെ. പോയിരുന്ന് വല്ല മറ്റേ രാമനാമയൊക്കെ ജപിച്ച് ഒന്ന് മനസ്സ് വിദ്യീകരിച്ച് ഒന്ന് പട്ടടയിലേക്ക് ദഹിക്കാൻ അങ്ങനെ ഒരു മനസ്സുകൊണ്ട് ഇത്തിരി ഇത് വരട്ടെ. രാമായണമൊക്കെ ഒന്ന് വായിക്ക്. ഈ വർഗീയത വന്ന് തുപ്പാണ്ട് കള്ളക്കളവാ.